കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഇൻകാസ് ഷാർജയിൽ സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമം ശ്രദ്ധേയമാകുന്നു. 1000-ഓളം പേർക്കാണ് ഓരോ ദിവസവും ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ആദ്യമായാണ് UAE ഇൻകാസിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. ഷാർജ മതകാര്യ വകുപ്പിന്റെ അനുമതിയോടെ കുവൈറ്റ് സ്ട്രീറ്റിലെ ഹൽവാൻ മേഖലയിലാണ് ഇൻകാസ് സ്ഥിരം ഇഫ്താർ ടെന്റ് ഒരുക്കിയിട്ടുള്ളത്. ഇൻകാസ് UAEയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സ്ഥിരം സംവിധാനം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ, സന്ദീപ് വാര്യർ തുടങ്ങിയവരെല്ലാം പല ദിവസങ്ങളിലായി ഇഫ്താർ ടെന്റ് സന്ദർശിച്ചിരുന്നു. 500 പേർക്ക് സൗകര്യമൊരുക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും റമദാന്റെ അവസാന നാളുകളിൽ എത്തിയതോടെ 1000-ഓളം പേർ ഓരോ ദിവസവും ടെന്റിലെത്തി നോമ്പ് തുറക്കുന്നുണ്ട്. UAEയിലെ തന്നെ അല്ലെങ്കിൽ ഷാർജയിലെ തന്നെ ഏറ്റവും നല്ല ഇഫ്താർ ടെന്റ്, അതായത് ഭക്ഷണത്തിന്റെ വൈവിധ്യത്തിലായാലും ശരി, ഞങ്ങളുടെ പ്രവർത്തകരുടെ പ്രതികരണവും അവരെ സ്വീകരിച്ചിരുത്തുന്ന കാര്യത്തിലൊക്കെ ഞങ്ങളോട് ഓരോരുത്തരും പറഞ്ഞിരുന്നു ഇത്രയും നല്ല ഒരു ഇഫ്താർ ടെന്റ്, അതല്ലെങ്കിൽ ഞങ്ങളൊരു സ്വന്തം വീട്ടിലൊരു അതിഥിയായി ചെന്ന പോലുള്ള ഒരു പരിചരണമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്ന് ഓരോരുത്തരും ഞങ്ങളോട് പറയുന്നത്. UAEയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ഓരോ ദിവസവും അതിഥികളായി എത്തുന്നത്. ഷാർജയിൽ നിന്നുമുള്ള ഇൻകാസ് പ്രവർത്തകർ ഉച്ചയോടെ എത്തിയാണ് നോമ്പ് തുറയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഇൻകാസ് മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് YA റഹീം, ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ്, ജനറൽ സെക്രട്ടറിമാർ, വനിതാ വിഭാഗം പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ, നൌഷാദ് മന്തങ്കാവ്, സന്തോഷ് രാമൻ, BA നാസർ, P ഷാജി, KM അബ്ദുൾ മനാഫ്, അബ്ദുള്ള മല്ലശ്ശേരി, കമാൽ കൊടിയത്തൂർ, ഷാജി വടകര തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, ഷാർജ.